നമസ്കാരം. അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചയാകുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ അതിനൊപ്പം തന്നെ 3 മറ്റ് യുദ്ധക്കപ്പലുകളും എല്ലാം തന്നെ ഗൾഫ് മേഖലയിലേക്ക് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഇറാനെ തങ്ങൾ ആക്രമിക്കാമെന്നാണ്. ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർക്കുക എന്നുള്ളത് നേരത്തെ തന്നെ അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ബ്രിട്ടനിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് അമേരിക്കയുടെ ആണവ സ്നിഫർ വിമാനങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇറാൻ്റെ ആണവ നിലയങ്ങളിൽ ആക്രമണം നടത്തുന്നത് കണക്കാക്കിയാണ് ഈ വിമാനങ്ങൾ എത്തിയിട്ടുള്ളതെന്നാണ് കരുതപ്പെടുന്നത്. ഈ ആണവ സ്നിഫർ വിമാനങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഈ ആണവ നിലയത്തിൻ്റെ സാമീപ്യം, അതല്ലെങ്കിൽ അതിൻ്റെ സാമീപ്യം ഇതെല്ലാം തന്നെ കണ്ടുപിടിക്കുന്നതിന് വിമാനങ്ങൾക്ക് അസാമാന്യമായൊരു കഴിവുണ്ട്. 1980കളിൽ ചെർണോബിൽ ആണവ ദുരന്തമുണ്ടായപ്പോഴും അതുപോലെ പിന്നീട് ജപ്പാനിൽ ആണവ ദുരന്തമുണ്ടായപ്പോഴും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആ മേഖലയിലെ ആണവ സാന്നിധ്യം കണ്ടെത്താൻ അമേരിക്കയ്ക്ക് അന്ന് കഴിഞ്ഞിരുന്നത്. അതുപോലെ ഇറാൻ്റെ ആണവ നിലയങ്ങൾ പലതും ഭൂമിക്കടിയിലും പർവ്വതനിരകൾക്കിടയിലുമൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം വിമാനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഏത് മേഖലയിലാണ് ഈ ഇറാൻ്റെ ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം ഇവരുടെ ആണവ നിലയങ്ങൾ മുഴുവൻ തകർക്കാനാണോ അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്ന് സ്വാഭാവികമായൊരു സംശയം വരുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്ക ഇറാൻ്റെ മേൽ ഈ ആണവ വിഷയത്തിൻ്റെ പേരിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നതാണ്. എന്നാൽ ഇറാൻ എപ്പോഴും അവകാശപ്പെട്ടിരുന്നത് തങ്ങളിത് സമാധാനപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ അമേരിക്കൻ സർക്കാർ സജീവമായി ഇടപെട്ടിരുന്നു. അവിടെ നടന്ന ജനകീയ പ്രക്ഷോഭത്തെ പിന്തുണച്ചിരുന്നുവെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ട്രംപിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് തന്നെയാണ് ഇറാനിലെ വലിയ തോതിലുള്ള ജനങ്ങൾ ഈ പ്രക്ഷോഭത്തിലേക്ക് അന്ന് ഇറങ്ങുകയും ചെയ്തത്. എന്നാൽ ഇറാൻ ഇപ്പോഴും ആരോപിക്കുന്നത് ഈ പ്രക്ഷോഭത്തിന് തീ കൊളുത്തിയത് അല്ലെങ്കിൽ ഇതിനെ ആളുകളെ ഇറക്കി വിട്ടതെല്ലാം തന്നെ അമേരിക്കയാണ് എന്നാണ്. ഇപ്പോൾ അവർ മാന്യം ചമയുന്നു എന്നുമാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇറാനിലെ വിദേശകാര്യമന്ത്രി അഗ്രാച്ചി പ്രഖ്യാപിച്ചത് അമേരിക്ക ഞങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ അത് ശക്തിയായി തിരിച്ചടിക്കും എന്നാണ്. തങ്ങളുടെ കൈവശം വലിയ സംവിധാനങ്ങളുണ്ട് എന്നും ആയിരക്കണക്കിന് ഡ്രോണുകൾ തങ്ങൾ ഇതിനോടകം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്നുമാണ് ഇറാൻ്റെ സൈനിക വൃത്തങ്ങളും അറിയിച്ചിട്ടുള്ളത്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അമേരിക്ക വലിയ തോതിലുള്ള സംവിധാനങ്ങളുമായിട്ടാണോ ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ്. ഇറാനിലെ പരമോന്നത മത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ ഒരുപക്ഷെ പിടികൂടാനുള്ള ശ്രമങ്ങളും ഇവർ നടത്തുമോ എന്ന് സംശയിക്കുന്നുണ്ട്. ജീവനോടെ അല്ലാതെയോ ഖമേനി പിടികൂടാൻ ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. അക്കാര്യത്തിൽ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. എങ്കിൽ പോലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു തർക്കം ഒരുപക്ഷെ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും നയിക്കുമോ എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഈ ആണവ സ്നിഫർ വിമാനങ്ങൾ എത്തുന്നത്. ഇവയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ 40 വർഷത്തിന് ഇടയിൽ 3 തവണ മാത്രമാണ് അമേരിക്കയുടെ ഈ സ്നിഫർ വിമാനങ്ങൾ ഈ മേഖലയിലേക്ക് പറന്നെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് ഒരു ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനയായിട്ട് വേണം കണക്കാക്കാൻ എന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കയുടെ നാവികസേനയുടെ വലിയൊരു വ്യൂഹം തന്നെ മധ്യ പൂർവേഷ്യയിൽ, അതായത് മിഡിൽ ഈസ്റ്റിൽ എത്തിയിട്ടുണ്ട് എന്നും ആവശ്യമെന്ന് കണ്ടാൽ അവ ഇറാനെ ആക്രമിക്കുമെന്നും നേരത്തെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഈ ഇത്തരത്തിലുള്ള ഈ ആണവ കേന്ദ്രങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള വിമാനങ്ങൾ കൂടി എത്തിയത് കൂടുതൽ സംശയങ്ങൾക്ക് ഇടവരുത്തുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ വളരെ നിർണായകമായ സൈനിക നീക്കങ്ങൾ അമേരിക്ക നടത്തും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്.